ഹലോ ഗേസ്, നമ്മളെല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഞങ്ങള് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കോട്ടയത്തേക്ക്. അപ്പോൾ ഞങ്ങൾ കോട്ടയത്തെത്തി. രാവിലെ ഞങ്ങൾ ഇറങ്ങിയത്. രാവിലെ നമ്മളെപ്പോഴും ഇറങ്ങി 8-9 മണി ആ ടൈമിൽ ഞങ്ങൾ ഇറങ്ങി. എലന്തൂര് പോകുന്നുണ്ട്. അതെ അതെ. അപ്പോൾ ഞങ്ങൾ നേരെ ഇത് കഴിഞ്ഞ ഉടനെ ഇപ്പം ഞാൻ ഇവിടെ കോട്ടയത്ത് വന്നു. ഞങ്ങൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് എന്താ നിനക്കല്ലേ. അപ്പം നമ്മുടെ കോട്ടയത്ത് വന്നിട്ട് എന്തൊക്കെയാണ് ചെയ്തേ? കാവ്യനെ കാണണമായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. അവളൊരു ഒരു കമ്പനിയിൽ ഷോപ്പിലാണ് ഉറക്കുന്നത്. എല്ലാവരുടെ അടുത്ത് പോയി ഇവർക്ക് 2 പേർക്ക് ലിഫ്റ്റിക്കും ഒക്കെ വാങ്ങിച്ച് പിന്നെ അവിടുന്ന് കുറേ സാധനം ഉണ്ടൊക്കെ മേടിച്ച് വരും. എന്നിട്ട് ഞങ്ങൾ നേരെ കോട്ടയത്ത് ഇപ്പം ഞാൻ ഇവിടെ ചാലൂന്ന് ഞാനിങ്ങനെ കാണുമോ എന്ന് എനിക്കറിയത്തില്ല. കാണിച്ചു വളരെ കുറവാണ്. ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ സുഹൃത്തുക്കളെ ഞങ്ങളിപ്പോൾ ഇവിടെ ചാലക്കുന്നായിരിക്കും. ചാലക്കുന്ന് നല്ല രസം. പിന്നെ ഇതാണ് ഞങ്ങളുടെ ചാലൂന്ന് കേട്ടോ. ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന സമയങ്ങളിലൊക്കെ എപ്പോഴും ഇതിലെക്കൂടായിരുന്നു മേണത്ത് ഞവരിക്കും നടന്ന സ്ഥലങ്ങളാണ്. ഇതാണ് ഞങ്ങളുടെ ചാലൂന്ന്. അതുകൊണ്ട് പോട്ടെ, ഞാൻ എന്നിട്ട് കുറച്ചുകൂടി ചെന്നിട്ട് ഞാൻ നിങ്ങളെ ഓരോന്ന് കാണിച്ചത്. ഇതാണ് ഞങ്ങളുടെ ചാലൂന്ന്. അപ്പം ചാലൂന്ന് കഴിഞ്ഞ് അച്ഛ പഠിച്ച സ്കൂൾ കാണിച്ചു തരട്ടെ മോനെ. അപ്പം നമ്മൾ ചാലൂന്ന് കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ഇവിടെയാണ് ഒരു സ്കൂളുണ്ട്, CMS ഹയർ സെക്കൻഡറി സ്കൂൾ. അച്ഛ പഠിച്ച സ്കൂളാണ് കേട്ടോ മോനെ. ഇത് കാണിച്ചതുകൊണ്ട് അങ്ങോട്ട് നോക്കിയാൽ മോനെ കാണാം. കണ്ടതുകൊണ്ട് ആ കാണുന്നതാണ് അച്ഛ പഠിച്ച സ്കൂള്. കുഞ്ഞിലേക്ക് സ്കൂളിൽ പോകുന്ന ഇഷ്ടമാണോ? നിങ്ങൾ വേറെ എന്ത് വേണേലും പറഞ്ഞു. ഞാൻ പിന്നെ സ്കൂളിൽ പഠിച്ചത് നിന്നെ കൊണ്ട് മടിച്ചു എന്നല്ല, ഞാൻ സ്കൂളിൽ പോകാൻ. പക്ഷെ എനിക്ക് കുഞ്ഞിക്കിളി കേട്ടിരിക്കണം. കുഞ്ഞിക്കിളി ഞാൻ വരത്തില്ലെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ. കാരണം പണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയുടെ വീട് ചിന്തയിലായിരുന്നു. അപ്പോൾ അമ്മ ഈ എസ്റ്റേറ്റിലാണ് താമസമുണ്ട്. എസ്റ്റേറ്റിൽ ജോലിക്ക് പോകുന്നുണ്ട്. അവിടെ ലെയൻസാണ് നമുക്ക് തരുന്നത് താമസിക്കാൻ. അതായത് പണ്ടത്തെ ഇപ്പോഴത്തെ കോട്ടേഴ്സ്. അപ്പോൾ അവിടെ പണ്ടൊരു പള്ളിയുണ്ട്, ചീന്തലാർ പള്ളി. അപ്പോൾ ആ പള്ളിയിൽ ഇതുണ്ട്, നേഴ്സറി ഉണ്ട്, അംഗന്മാർ. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഞാൻ കളരിയില്ല സത്യം പറഞ്ഞ പഠിക്കാൻ കളരിയിൽ ഞാൻ പഠിച്ചു. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഞാൻ അവിടെ സ്കൂളിൽ പഠിച്ചു, അല്ല നേഴ്സറി പഠിക്കുന്ന സമയത്ത് അവിടെ സിസിലി എന്ന് പറഞ്ഞ സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസിലി സിസ്റ്റർ ഇപ്പോഴും ഞാൻ പറഞ്ഞത് സിസിലി സിസ്റ്റർ എന്നെ വീട്ടിൽ വന്ന് കുളിപ്പിച്ചോണ്ട് പോകും. എന്ന് പറഞ്ഞുകൊണ്ട് സുഹൃത്തുക്കളെ ഞങ്ങളുടെ ചുങ്കം എന്ന് പറയുന്ന സ്ഥലം ഇതാണ്. എടേ പോയാടി, ഞാനിവിടെ വോട്ട് ചെയ്തിട്ട് വന്നു. ഇലക്ഷന്റെ ഭയങ്കര വർക്കുകൾ നടന്നുകൊണ്ടിരിക്കും ഇവിടെ കേട്ടോ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അനിൽകുമാർ സാറുമാണ് ഇവിടെ കോട്ടയത്ത് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാറിയ കേരളം മാറേണ്ടത് കോട്ടയം. അടിപൊളി വമ്പിച്ച ഇലക്ഷൻ പ്രചരണങ്ങളാണ്. ഇത് അച്ഛൻ പറഞ്ഞോളൂ. ഇതാണ് ഞാൻ പഠിച്ച സ്കൂളാണ്. പിന്നെ ഞാൻ 2-3 ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ കോണ്ടേഡ് സ്കൂൾ. ഈ കോണ്ടേഡ് സ്കൂളിൽ വെച്ചിട്ടാണ് നമുക്ക് ഇത് നടക്കുന്നത്, ഇലക്ഷൻ നടക്കുന്നത്. ഇവിടെ നമ്മുടെ കുറേ കുഞ്ഞുങ്ങളും വേട്ടാളിമാരും ഒക്കെ ഉണ്ട്. നല്ല തിരക്കായിരിക്കും. ഇത് നമ്മുടെ ചേച്ചിമാരൊക്കെ ആട്ടോ. പോയിട്ട് വരാം. ഇതൊക്കെ നമ്മുടെ ചേച്ചിമാരാട്ടോ. നമ്മുടെ ഇറങ്ങുന്നുണ്ട് കുഞ്ഞു വിശേഷം. നമ്മുടെ ചേച്ചിയുടെ മോനോ കേട്ടോ. നമ്മൾ എവിടെ എത്തിയിരിക്കുകയാണ്? നമ്മൾ മള്ളുശ്ശേരി വീട്ടിൽ വന്നിരിക്കുകയാണ്. എവിടെ വന്നിരിക്കുകയാണ് ഗേസ്? ഇതാണ് കേട്ടോ ഗേസ് കാണുന്നതാണ് ഞങ്ങളുടെ കുടുംബം. ഇതല്ല, ഇന്ന് ഏറ്റവും വെള്ളമായിട്ട് കാണുന്നത്. ബാ ഏത് മോനെ? നമസ്കാരം. ഞങ്ങൾ ഇവിടെ കോട്ടയത്തെ വീട്ടിലാണ്. വീണ രാവിലെ എന്തോ പരിപാടി നോക്കാൻ. ഇതവിടെ മരിച്ചു പോയി. ഞാൻ വരച്ചില്ല പണ്ട്. ഇതൊക്കെ പണിതുകൊണ്ടിരിക്കും ഇവിടെയൊക്കെ. വീണാമ എന്തോ ചെയ്തുകൊണ്ടിരിക്കും. എങ്ങനെയുണ്ട് പിന്നെ? എൻ്റെ പൊന്നേ, ഞാൻ വോട്ട് ചെയ്യാൻ വന്നിട്ട് കുറേ വർഷങ്ങൾ ഞാൻ നൈറ്റ് ഇട്ടിട്ട്, അത് ഫസ്റ്റ്. പിന്നെ കുറേ വർഷങ്ങൾ ഞാൻ അടുപ്പിൽ ചോറ് വെച്ചിട്ട്, നമ്മൾ ഗ്യാസ് ആയതുകൊണ്ട് അതുകൊണ്ട് വലിയ ചൂട്. രാവിലെ എന്തുണ്ടാക്കി അറിയാമോ? കുമ്പിളപ്പം.
ഒരാളുടെ കോലം കണ്ടോ നോരം നോക്കി അച്ഛൻ ഹായ് ഒക്കെ ഇത് നമ്മൾ തരാം അത് ഹായ് ദേ നോക്ക് ചോറ് അടുപ്പിങ്ങ വെച്ചു. അതുപോലെ ഉച്ചക്കത്തെ ഞാൻ മാമ്പഴ പുളിശ്ശേരി. സൂപ്പർ. ഈ മീൻകറി അമ്മ മീൻ വെട്ടിക്കൊണ്ടിരിക്കും. ഇവിടെ എല്ലാം മാമ മീൻ വെട്ടുന്നുണ്ടോ? വിളിച്ചോണ്ട് പോകാൻ കുഞ്ഞിനെ. ഇതിങ്ങനെ കഴിക്കുന്ന സാധനം ഫ്രൂട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കും. ഊണ് കഴിക്കാന്ന് വെച്ചു കേട്ടോ. നല്ല മീൻകറി കുഞ്ഞിക്കിൽ വെക്കണം. ഉറങ്ങും കേട്ടാ വിളിച്ചിട്ട് കുഞ്ഞിക്കിൽ ഉറങ്ങിപ്പോയി. ഇതുകൊണ്ട് ചോറൊക്കെ ഇരിക്കുന്നു സൈഡിൽ. തട്ടി തെറിപ്പിച്ച് എന്താ പറയാ? നമ്മളെപ്പോഴാ പോണേ? ബാക്കി കഥയോടെ നാളെ വരാം. ബൈ.